ദേവാമൃതം. ദേവാമൃതത്തിൽ ഇനി ജ്യോതിഷ പങ്ക്തി. ദേവാമൃതം. ഇന്ന് 1192 ആണ്ട് ധനുമാസം 18-ാം തീയതി, അതായത് 2017 ജനുവരി മാസം 2-ാം തീയതി. ഇന്ന് തിങ്കളാഴ്ചയാണ്. നക്ഷത്രം 25 നാഴിക അവിട്ടവും ബാക്കി ചതയവുമാണ്. പതിവ് പോലെ ജ്യോതിഷ പങ്ക്തിയിൽ നമ്മളോടൊപ്പം ഉള്ളത് നമുക്കൊക്കെ ജ്യോതിഷപരമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന സർ ഡോക്ടർ പദവികൾ ഉൾപ്പെടെ നിരവധി ദേശീയവും അന്തർദേശീയവുമായ പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള നമ്മുടെയൊക്കെ ഗുരുനാഥനായ ഡോക്ടർ കുടമാളൂർ ശർമാജിയാണ്. വളരെ സ്നേഹാദരങ്ങളോടെ അദ്ദേഹത്തെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ശർമ്മ. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക് പോകാം. ബഹുമാന്യ ശർമാജി, ഞാൻ ജയദേവൻ ആലപ്പുഴയിൽ നിന്ന് എഴുതുന്നു. എനിക്ക് റിയൽ എസ്റ്റേറ്റിൻ്റെ ബിസിനസ്സാണ്. കുറച്ചു നാളായി സാമ്പത്തികമായി വളരെ കഷ്ടപ്പെടുന്നു. കടങ്ങൾ വീട്ടാൻ ശ്രമിച്ചിട്ട് നടക്കുന്നില്ല. എത്ര പണം കിട്ടിയാലും മിച്ചമില്ല. ഏത് കാര്യവും മുടങ്ങിപ്പോകുന്ന അവസ്ഥ. പല ജ്യോത്സ്യന്മാരെയും കണ്ടു, പറഞ്ഞ പരിഹാരങ്ങൾ ചെയ്തു. ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചിരിക്കുന്നു. നക്ഷത്രം ഗ്രഹനില ചേർത്തിട്ടുണ്ട്. ഇടവരാശി രോഹിണി നക്ഷത്രമാണ് ഇതിനകത്ത് കാണുന്നത്. സാമ്പത്തികപരമായിട്ട് ഈ രാശിക്കാർക്ക് എത്രയെല്ലാം സാമ്പത്തികം വന്നിരുന്നാലും അവസാനം അത് കടബാധ്യതകളായിട്ട് തിരിയുകയോ, ബിസിനസ്സുകാർക്ക് ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, അതായത് 7-ാം രാശിയിൽ ശനി സഞ്ചരിക്കുന്ന കാലമാണ്. ഈ 7-ൽ ശനി സഞ്ചരിക്കുന്ന കാലം ശക്തിയേറിയ കണ്ടകശനി കാലവും കൂടിയാണ്. അതായത് ജനിച്ച രാശിയുടെ 4-ാമിടത്തും, 4-ാമിടം എന്ന് പറഞ്ഞാൽ ജനിച്ച രാശിയുടെ 4-ാം രാശിയിലും, ജനിച്ച രാശിയുടെ 7-ാം രാശിയിലും, ജനിച്ച രാശിയുടെ 10-ാം രാശിയിലുമായി ചാരവശാൽ ശനിഗ്രഹം 2.5 കൊല്ലം വീതം സഞ്ചരിക്കുന്ന ഈ കാലയളവിനെ ജനിച്ച രാശിയുടെ 4, 7, 10 എന്ന് പറയും. ഇത് കണ്ടകസ്ഥാനമാണ്. കണ്ടകശനി എന്ന് അറിഞ്ഞുകൊള്ളുക. ഈ കണ്ടകശനി നടന്നുകൊണ്ടിരിക്കുന്ന കാലം ദമ്പതികൾക്കാണെങ്കിൽ ദാമ്പത്യപരമായ ക്ലേശവും, ഭാര്യാഭർത്താക്കന്മാർക്ക് ഇരുവർക്കും ഈ രാശികളിൽപ്പെട്ടവരാണെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള ക്ഷീണാവസ്ഥകൾ, ദാമ്പത്യപരമായ കലഹം, വിരഹം, ദാമ്പത്യപരമായിട്ട് കച്ചേരി, കോടതി ഒക്കെ കയറാൻ ഉള്ള സാധ്യതകൾ വരിക. ബിസിനസ്സുകാർക്കാണെങ്കിൽ സാമാന്യം തെറ്റില്ലാത്ത കച്ചവടമൊക്കെ നടക്കുകയാണെങ്കിൽ തന്നെയും അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വരുന്ന ലാഭങ്ങൾ കൊണ്ട് മറ്റേതെങ്കിലും ചെയ്ത് അവസാനം പണം തികയാതെ വരിക. 7-ൽ ശനി നിൽക്കുന്ന കാലം വൈദ്യനെയും ഡോക്ടറെയും ബന്ധപ്പെടേണ്ട ഒരവസ്ഥ വരും. വക്കീലിനെയും പോലീസിനെയും നിയമപാലകരെയും കരപ്രമാണിമാരെയും അതുപോലെ തന്നെ ന്യായാസനങ്ങളെയും തേടേണ്ട, അല്ലെങ്കിൽ അവരുടെ സഹായങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് പോകേണ്ടതായ ഒരു കാലഘട്ടം വരും. മേഷമുള്ളേക്കും ഈ ഒരവസ്ഥയാണ്. അപ്പോൾ അതിൽ ജനുവരി മാസം 28-ാം തീയതിയോടുകൂടി 2017 ജനുവരി 28-ാം തീയതിയോടുകൂടി ഒരു താൽക്കാലികമായിട്ട്, അതായത് ഒരു 4-5 മാസത്തേക്കിന് ഈ ശനി ഒരു മാറ്റം ഉണ്ട്. അത് പൊതുവെ ജനറലായിട്ടുള്ള മാറ്റമാണ്. ഈ ശനി മാറുന്നത് കുറേയധികം ആശ്വാസങ്ങൾ 2017 ജനുവരി മാസം 28 മുതൽ ഉണ്ടാവും. പിന്നീട് 5 മാസം കഴിയുമ്പോൾ വീണ്ടും ഈ ശനി വരുന്നു എങ്കിലും അതത്ര ഗൗരവം ഉള്ള ശനി ആയിട്ട് കാണുന്നില്ല. ഇവിടേക്ക് ഈ സമയം ഇതിൻ്റെ കാഠിന്യങ്ങൾ കുറയുവാനും അതുപോലെ തന്നെ കാര്യങ്ങൾ മുടങ്ങിപ്പോകാതിരിക്കാനും അത് കടബാധ്യതകൾക്ക് തീരുന്നതിനും വേണ്ടി പഞ്ചബ്രഹ്മം എന്ന് പറയുന്ന ജ്യോതിഷ പ്രതിവിധി ചെയ്യുന്നത് നല്ലതായിരിക്കും. പഞ്ചബ്രഹ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ശൈവ ക്ഷേത്രങ്ങളിലും ശൈവ മൂർത്തികൾക്കും ശനിയാഴ്ച തോറും ചെയ്യുന്ന അഭിഷേകം മുതൽ മറ്റ് പുഷ്പാർച്ചനകൾ വരെ ചെയ്യുന്നതും ഒക്കെ വിവിധങ്ങളായ രീതികളിൽ ഇത് പ്രയോഗിക്കാവുന്നതാണ്. ഗുരു ഉപദേശത്തോടു കൂടി ചെല്ലേണ്ട ഒരു മന്ത്രമാണ്. ഓം ഈശാന സർവവിദ്യാനാം ഈശ്വര സർവഭൂതാനാം
ബ്രഹ്മാധിപതി ബ്രഹ്മണോധിപതി ബ്രഹ്മാ ശിവോ മേ അസ്തു സദാശിവ ഓം. തൽപുരുഷായ വിദ്മഹേ മഹാദേവായ ധീമഹേ തന്നോ രുദ്ര പ്രചോദയാൽ. അഘോരേഭ്യോ ധഘോരേഭ്യോ ഘോരഘോരതരേഭ്യശ്ച സർവസർവേഭ്യോ നമസ്തേ അസ്തു രുദ്രരൂപേഭ്യഃ. ഓം വാമദേവായ നമോ ജ്യേഷ്ഠായ നമോ രുദ്രായ നമ കാലായ നമോ കലവികലനായ നമോ ബാലായ നമോ ബലവികലനായ നമോ ബലപ്രമഥനായ നമ സർവഭൂതദമനായ നമോ മനോന്മനായ നമ. സദ്യോ ജാതം പ്രപദ്യാമി സദ്യോ ജാതായ വൈ നമ. ഭവേ ഭവേ ആദിഭജേ ഭജസ്വ മാം മാം ഭവോദ്ഭവായ നമ. വളരെയധികം ഫലപ്രാപ്തിയുള്ളതും ശനിദോഷത്തെ വളരെയധികം കാഠിന്യം കുറയ്ക്കുന്നതും എന്നാൽ ശനി പ്രീതി വരുത്തുന്നതുമായ ഈ പഞ്ചബ്രഹ്മ മന്ത്രങ്ങളെ കൊണ്ട് ശിവങ്കൽ പാലഭിഷേകം, ജലാഭിഷേകം, കരിക്കഭിഷേകം, ശുദ്ധജലാഭിഷേകം, അഷ്ടാഭിഷേകം മുതലായ അഭിഷേകാദികളും ചൊല്ലാം, അക്ഷരാദികളും ചൊല്ലാം, പുഷ്പാർച്ചനാദികളും ചൊല്ലാം. അതുപോലെ തന്നെ പഞ്ചബ്രഹ്മം കൊണ്ട് ജലഗന്ധ പുഷ്പധൂപദീപ ജലാന്തം പഞ്ചബ്രഹ്മ പത്മത്തിങ്കിലേക്ക് പഞ്ചബ്രഹ്മ ശൈവമൂർത്തികളെ സാങ്കല്പികപരമായി ആവാഹിച്ച് ജലാതിജലാന്തം 1008 രൂപ വീതം 18 ദിവസം പൂജാതികർമ്മങ്ങളോ ഹോമവിധികളോ യന്ത്രവിധികളോ ചെയ്യാം. അതിൻ്റെ കൂടെ ഇന്ദ്രനീല രത്നവും നടുവിരലിൽ ധരിക്കുന്നതും നല്ലതാണ്. ഇപ്രകാരം എല്ലാം ചെയ്യുന്നതും നല്ലത് തന്നെയാണ്. ശനിയാഴ്ച ദിവസം മതപരമായ ഒരിക്കൽ ദാനധർമ്മങ്ങൾ, കാരുണ്യപ്രവർത്തനങ്ങൾ എന്നിവ ചെയ്തും കാഠിന്യം കുറയ്ക്കാവുന്നതാണ്. എന്തിനും ഏതിനും ഒരു ചേഞ്ച് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്രകാരമുള്ള ദോഷപരിഹാരം ചെയ്ത് മുക്തി നേടാവുന്നതാണ്. ജ്യോതിഷപംക്തിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമാളൂർ ശർമാജിൽ നിന്ന് അറിയുവാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്. നമുക്കൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം വാസ്തുശാസ്ത്രവുമായി. ദേവാമൃതം